എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആരിന്റെ അടുത്തേക്ക് ആനന്ദും ധർമ്മനും ആകാശവും ഒക്കെ വരുന്നുണ്ട് വീട്ടിലേക്ക് തിരികെ വരുന്ന കാര്യം പറയാനായിട്ട്. പക്ഷേങ്കിൽ ആര്യൻ അവർ പറയുന്നൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല. ആര്യം പറഞ്ഞു, ഞാൻ എന്താണ് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അമ്മ വരുവാണെങ്കിൽ അമ്മേനെ കൂട്ടിക്കൊണ്ട് പോകുമോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ ധർമ്മന് ദേഷ്യം വന്നു. ധർമ്മം പറഞ്ഞു, നീ വരണ്ട, നീ അവിടെ തന്നെ ഇരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ പേരിൽ ആനന്ദിന്റെ കല്യാണം എങ്ങാനും മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുമെന്ന് അറിയാലോ. ആര്യന് വല്ലാത്തൊരു വിഷമം വന്നു. ആര്യം പറഞ്ഞു, അതെ, ഞാൻ കാരണം ആരുടെ കല്യാണം ഒന്നും മുടങ്ങാൻ പോകുന്നില്ലെന്ന് പറയാ. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, അതെങ്ങനെ നിനക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റും? ഒരു പക്ഷേങ്കിൽ അമ്മ പിണങ്ങിപ്പോയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഉദയഭാനു സാറിന്റെ വീട്ടുകാരെ ചിലപ്പം ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ, അവർ ഈ വിവാഹം വേണ്ടെന്ന് വെക്കുവാണെങ്കിലോ. ഇത് കേട്ടതും ആനന്ദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ വേറൊരു വിവാഹം ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഉണ്ടെങ്കിൽ ഈ വിവാഹം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാൻ ആരുടെ കഴുത്തിൽ താലി ഉയർത്താൻ പോകുന്നില്ല. ശ്രീദേവിയുടെ ഒപ്പമുള്ളൊരു വിവാഹം എനിക്കിനി കാണത്തുള്ളൂ എന്ന് പറയാം. ധർമ്മം പറഞ്ഞു, കേട്ടില്ല അവൻ പറയണേ. ഇനി നീ പറ, നീ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനിക്കണമെന്ന് പറയാൻ. ഇത് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി കഴിയുമ്പത്തിന് ആരിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മിത്ര ഈ കാര്യങ്ങൾ തന്നെയാ പറയണേ, ദേവമംഗലത്തേക്ക് തിരികെ പോണെന്ന്. പക്ഷെ ആന്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. ഇനി അച്ഛന്റെ മുന്നിൽ ചെന്ന് കെഞ്ചാനായിട്ട് ആരിനൊരു മടി. 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വേണ്ടി അച്ഛനോട് പോയി കെഞ്ചുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല മിത്രയുടെ പഠിത്തം, താൻ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു, അപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെ താൻ നോക്കണം എന്നൊരു പോളിസിയാണ് അച്ഛന്റെ മനസ്സിൽ. അപ്പൊ പിന്നെ താൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ശരിയാവുന്നേ? അവളുടെ പഠനം ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് ഇനിയിപ്പൊ താൻ പഴയതുപോലെ തന്നെ ജോലിക്ക് വരണം, അതത്ര പ്രാക്ടിക്കലാന്ന് തോന്നില്ല. അമ്മ വിടുമെന്നും തോന്നുന്നില്ല. അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ആരിനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഈ സമയം ബാലന് ആകെപ്പാടെ പെട്ട അവസ്ഥയിലിരിക്കുക. രാമേട്ടൻ പറഞ്ഞു, ബാല, ഇനി നീ മടിച്ചിരിക്കരുത്. നീ എത്രയും പെട്ടെന്ന് തന്നെ നീ ചെന്ന് ആരിനെയും ഗോമതിയെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ പറയണം. അത് പിന്നെ ഞാന് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഉദയഭാനു സാറ് നിന്റെ വീട്ടിലേക്ക് വരുവാന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ, നീ ഗോമതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നിനക്ക്? വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ അവര് സത്യാവസ്ഥയൊക്കെ മനസ്സിലാകത്തില്ലേ? അപ്പൊ അവർക്ക് മനസ്സിലാവില്ലേ ഈ കുടുംബത്തിലേക്ക് തങ്ങളുടെ പെണ്ണുംകുട്ടിയെ കെട്ടിച്ചു വിട്ടുണ്ടെങ്കിൽ നാളെ ഇതേ അവസ്ഥ തന്നെയായിരിക്കും തന്റെ മോൾക്കും വരാൻ പോകുന്നതെന്ന്. അങ്ങനെ വീട്ടിലേക്ക് ഒരിക്കലും അവര് കെട്ടിച്ചു വിടാൻ തയ്യാറാവില്ല. ഇവിടെ ഇത്ര താന്നു കൊടുത്തെന്നോർത്ത് കാര്യമൊന്നുമില്ല. നിന്റെ മകനും ഭാര്യയല്ലേ, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കും ബാല. ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വാ. ഇനി വാശിയും വൈരാഗ്യം വെച്ചോണ്ടിരുന്ന നാണം കെടാൻ പോകുന്ന നീയായിരിക്കും. വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ കല്യാണമൊക്കെ ക്ഷണിച്ചു തുടങ്ങിയില്ലേ നീ നോക്കിയാണ്. ബാലനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. രാമേട്ടൻ പറഞ്ഞു, നീ എന്നെ കാണുന്ന ആടെ സ്ഥാനത്താ, ഒരു ഫ്രണ്ടിന്റെ സ്ഥാനത്തോ ഒരു ഏട്ടന്റെ സ്ഥാനത്തോ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്റെ നിലയിൽ നിന്നോട് ഞാൻ പറയാ, ഇനി എല്ലാം നിന്റെ ഇഷ്ടം പോലെ എന്ന് പറയാം. ബാലിങ്ങനെ ആലോചിച്ചു. ആ സമയത്ത് ആനന്ദും ധർമ്മനും ഒക്കെ തിരികെ പോവാണ്. അപ്പൊ ആകാശ് പറഞ്ഞു, എനിക്ക് തോന്നില്ല ആര്യം വരുമെന്ന്. അമ്മയും വരുമെന്ന് എനിക്ക് തോന്നില്ല. അമ്മയെ നല്ല വാശിയില്ല. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അമ്മേനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിക്കാം. അല്ല, അമ്മേനെ കണ്ടുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? അമ്മ വരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അറിയത്തില്ല, എന്നാലും അമ്മേനെ ഒന്ന് പോയി കണ്ടു നോക്കാന്ന് പറയണ. അങ്ങനെ അവര് നേരെ ഗോമതിനെ കാണാനായിട്ട് ആന്റെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഗോമതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം 2-3 ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. അങ്ങനെ അവരെ കണ്ടപ്പോഴത്തേനും ഗോമതി ഓടി ഇറങ്ങി ചെല്ലുവാണ്. ഈ സമയത്ത് അങ്ങോട്ട് ക്യാൻസർ വന്നിട്ട് പറഞ്ഞു, അമ്മേ, എന്ത് പരിപാടി അമ്മ കാണിക്കുന്നേ? അമ്മ ദേവമംഗലത്തേക്ക് തിരികെ വാ, അമ്മയില്ലാതെ ഞങ്ങൾക്ക് അവിടെ പറ്റുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അല്ല, നിങ്ങൾ വന്ന് വിളിച്ചല്ലോ, പക്ഷെ ബാലേട്ടൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ എല്ലോടെ പോകുന്നുണ്ട്. പക്ഷെ ബാലേട്ടൻ അന്ന് നീ വരുന്നുണ്ടോ ഗോമതി എന്ന് ഒരു വാക്ക് പോലും ചോദിച്ചില്ല. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, അല്ല, അമ്മയ്ക്ക് എന്താ അച്ഛനോടൊന്നും മിണ്ടിയാല്? അച്ഛനെ ഒന്ന് ഫോൺ വിളിച്ച അമ്മയ്ക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ ഞാൻ നിന്റെ അച്ഛന്റെ മുന്നിൽ താന്നു കൊടുക്കണം അല്ലേ? നിന്റെ അച്ഛൻ എന്റെ മുന്നിലൊന്നും താന്നു തരാൻ പറ്റില്ല അല്ലേന്ന് ചോദിക്കാണ്. മീനാക്ഷി പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്ന ജീവിതങ്ങൾ ഞങ്ങളുടേതാ, അറിയാലോ. പോരാത്തതിന് ആനന്ദന്റെ വിവാഹം, അതിനെക്കുറിച്ച് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഗോമതി പറഞ്ഞു, വിവാഹത്തിനൊന്നും ഒരു മുടക്കം ഉണ്ടാവില്ല. വിവാഹം നടക്കുന്ന കാര്യം എനിക്ക് ഉറപ്പാ. പിന്നെ അവര് വിവാഹം വേണ്ടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കാം. ഗോമതി പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയാം. ധർമ്മം പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പിണങ്ങി ഇവിടെ നിൽക്കല്ലേ. ഇത്രയും കാലമായി ഇന്ന് വരെ ചേച്ചി ഇങ്ങനെ പിണങ്ങിപ്പോയി ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി അങ്ങോട്ട് തിരികെ പറഞ്ഞു. അളിയന്റെ കാര്യം അറിയാലോ, അളിയനെ അപ്പുറത്തോളം ദേഷ്യമുള്ളൂ. പക്ഷെ ചേച്ചി എന്ന് വെച്ചാൽ അളിയന് ജീവനാ. ചേച്ചി ഇല്ലാതെ അളിയന്റെ അവസ്ഥ എത്രമാത്രം ദയനീയമെന്ന് അറിയാവോ? പുറമെ ഇങ്ങനെ ദേഷ്യം കാണിച്ച് നടക്കുന്നുള്ളൂ, പക്ഷെ ഉള്ളു നീറുന്നുണ്ട്. അതെനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, അമ്മയുടെ മനസ്സും അങ്ങനെ തന്നെയായിരിക്കും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അമ്മയും കൂടെ വരാൻ പറയണം.
ഇല്ല മീനാക്ഷി, ഈ തവണ എന്താണെങ്കിലും ഞാൻ ആരിനെയും കൂട്ടി വരത്തുള്ളൂ. ഇവിടെ ഞാൻ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ആരിനെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല. ആരിനെ അങ്ങോട്ട് വരണം. അവൻ ഇമാതിരി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഞാൻ എങ്ങനെ അവിടെ സന്തോഷത്തോടെ വന്ന് കഴിയും? ഒന്ന് ആലോചിക്കുക. അവൻ എൻ്റെ മകനല്ലേ? അവന് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ചുമടെടുത്ത് അവൻ കിടന്ന് വലയുക. അവന്റെ ഈ കഷ്ടപ്പാട് കണ്ട് ഒരമ്മ എന്ന നിലയിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞാലും ഒരു മകൻ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഏതൊരു പെറ്റമ്മയ്ക്കും വേദന ഉണ്ടാവും, നെഞ്ചി പിളർക്കുന്ന വേദന ഉണ്ടാവും. ആ വേദന ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷേ ഇപ്പം എനിക്ക് വേണമെങ്കിൽ വരാം, എനിക്ക് ബാലേട്ടനോട് ഒരു ദേഷ്യമില്ല, പക്ഷെ അവിടെ വന്ന് നിൽക്കാം. പക്ഷെ എനിക്ക് ആരിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. ആരും വരത്തില്ലായിരിക്കും. പിന്നെ ഞാൻ വെറുതെ എന്തിനാ മെനക്കിടുന്നേ? അതിന്റെ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളാൻ പറയണം. ബാലേട്ടൻ വന്ന് വിളിക്കുവാണെങ്കിൽ ഞങ്ങൾ വരാന്ന് പറയാം. അവസാനം ധർമ്മം പറഞ്ഞു, അളിയൻ വന്ന് വിളിക്കുമെന്ന് കരുതിയിട്ട് ഇനിയിപ്പൊ ചേച്ചി ഇവിടെ നിൽക്കേണ്ട. അളിയന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നല്ലേ. അളിയൻ ആരുടെ മുന്നിൽ തലകുനിക്കുന്ന സ്വഭാവമല്ല. ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ഗോമതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. ഗോമതിക്ക് അറിയാം ഒരുപക്ഷെ ബാലേട്ടൻ വന്ന് വിളിച്ചെന്ന് വരത്തില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒരുപക്ഷെ കല്യാണമായി കഴിയുമ്പം വേറെ നിവൃത്തിയില്ലാതെ വന്ന് വിളിച്ചാലോ, ആ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ ഗോമതിയുടെ മനസ്സിൽ. ഏക പ്രതീക്ഷ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഉദയഭാനും ശ്രീകലയും കൂടെ സംസാരിക്കണം. അപ്പം ശ്രീകല പറഞ്ഞു, നമുക്കൊരു നമ്പർ ഇട്ടാലോ ഉദയേട്ടാന്ന് ചോദിക്കണം. എന്ത്? അല്ല, ഗോമതി ഈ പറയുന്ന ബാലിനും ഒന്നിച്ചാണോ നമുക്ക് അറിയാണ്ടൊരു വഴിയുണ്ട്. എന്ത് വഴി? അതെ, ഞാനൊരു കാര്യം ചെയ്യാം, ഗോമതിയുടെ ഫോണിലേക്ക് വിളിക്കാം. മുമ്പേ ബാലിന്റെ ഫോണിലേക്കല്ലേ ഉദയേട്ടൻ വിളിച്ചത്, ഞാൻ ഗോമതിയുടെ ഫോണിലേക്ക് വിളിക്കാം. എന്നിട്ട് ഞാൻ പറയാം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തിന് അവരെന്താ പറയണമെന്ന് അറിയാലോ. ഒന്നിച്ചൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിലല്ലേ പറയും. വേണ്ടാന്നൊക്കെ പറഞ്ഞ് എന്തേലും ഒഴിവുകളിൽ പറഞ്ഞ് മാറി വിടുവുള്ളൂ, മാറ്റി വിടത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നോക്കിയാലെന്ന് ചോദിക്കാം. അത് ശരിയാ, നല്ല ഐഡിയ തന്നെ. വർക്കാകുമോ? നോക്കാം, ഞാനൊന്ന് എറിഞ്ഞു നോക്കാം എന്ന് പറയാണ്. പിന്നീട് ശ്രീകല ഫോൺ എടുത്തിട്ട് ഗോമതിയുടെ നമ്പറിലേക്ക് വിളിക്കണം. ഗോമതിയുടെ നമ്പറിൽ ശ്രീകലിന്റെ നമ്പർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ടെൻഷനായി. എന്തിനായിരിക്കും പോലും ഇവര് വിളിക്കുന്നത്? എന്ത് പറയാനാന്ന് അറിയത്തില്ല. ഇനിയിപ്പോ താൻ പിടങ്ങി പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കോ? കല്യാണം വേണ്ടെന്ന് പറയാൻ എങ്ങാനും വിളിക്കുന്നതാണോ? അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഗോമതിക്ക്. ദൈവമേ ഭഗവാനെ, അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്റെ ദേവി എന്നൊക്കെ ഓർത്തൊന്ന് ഗോമതി കോൾ എടുക്കുകയാണ്. ഗോമതി കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, ഞാൻ ശ്രീകല. ആ മനസ്സിലായി. എന്താ ശ്രീകല എന്ന് ചോദിക്കണേ. അത് പിന്നെ ഞാൻ വെറുതെ വിളിച്ചാന്ന് പറയണേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എന്ന് ചോദിക്കാം. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നു. അങ്ങനെ പറയാനല്ല ഗോമതിക്ക് പറ്റുള്ളൂ. അതെ, ഞങ്ങള് ഇന്ന് ആ വഴിക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങ് വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്ന് പറയണം. ഇത് കേട്ടതും ഗോമതിയുടെ നെഞ്ചൊന്നും പിടഞ്ഞു. വീട്ടിലേക്ക് വരാനോ? അതെ, വീട്ടിലേക്ക് വരാനായിട്ട് ഞാനും ഉദയേട്ടനും വരുന്നുണ്ട്. അപ്പൊ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരാന്ന് കരുതി. അതുകൊണ്ടാന്ന് പറയണേ. കല്യാണത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയണം. ഗോമതിയുടെ നെഞ്ചു പടഞ്ഞു. അല്ല, ഗോമതി അവിടെ കാണത്തില്ലേന്ന് ചോദിക്കുക. ഗോമതിക്ക് പെട്ടെന്ന് എന്ത് മറുപടി പറയാൻ നടത്തില്ല. ഉണ്ടെന്നോ ഇല്ലയോന്നോ എന്ത് പറയാൻ നടത്തില്ല. ഗോമതി പറഞ്ഞു, അതിപ്പം ഞാൻ അവിടെ ഇല്ല, ഞാൻ പുറത്താന്ന് പറയണേ. ഒരു കാര്യം ചെയ്യാം, ഗോമതി വീട്ടിൽ വന്നു കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുക, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാന്ന് പറയാണ്. എന്നാ ശരി, വീട്ടിൽ വന്നിട്ട് കാണാം, പിന്നീട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകല ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ടെൻഷനായി. എന്റെ ഭഗവാനെ, ഇനിയിപ്പോ എന്താ പറയണ്ടേ? ഇനിയിപ്പോ താൻ കാരണം കല്യാണം മുടങ്ങുമോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ആര്യനെ അങ്ങോട്ടേക്ക് വരുന്നത്. ആര്യം വന്നപ്പോഴത്തേനും ഗോമതി ആകെപ്പെട്ട് ടെൻഷനോടെ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആര്യം വന്നിട്ട് ചെന്താമേ എന്ത് പറ്റി? അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. അപ്പത്തേനും ഗോമതി ഒരു കരച്ചിലായിരുന്നു. അമ്മ കാര്യം എന്താന്ന് പറ. പിന്നീടാണ് ഗോമതി പറയുന്നത് ശ്രീകല വിളിച്ച കാര്യമൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും എനിക്കറിയില്ല. ഒരു പക്ഷെ അവരങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിയും ഞാൻ പിണങ്ങി പോകുന്ന കാര്യം. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദിന്റെ വിവാഹം മുടങ്ങും. എത്രയോ കാലത്തെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആനന്ദിനിങ്ങനെ നല്ലൊരു ആലോചന വരുന്നേ. ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ വേറെ വിവാഹം കഴിക്കില്ലെന്നാ പറയണേ. ചിന്തിക്കാൻ പറ്റുന്നില്ല എനിക്കത്. ഈ വിവാഹം കൂടെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ തകർന്നു പോകും. ഇത് കേട്ടതും ആര്യം പറഞ്ഞു, ഞാൻ കാരണം അല്ലേമ്മേന്ന് ചോദിക്കണം. ഇല്ല സാരമില്ല മോനെന്ന് പറയണം. ഒരു കഞ്ച അമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ, നമുക്ക് തിരികെ പോവാന്ന് പറയണം. വേണ്ടടാ മോനെ, വേണ്ട വേണ്ടമ്മ, ഞാൻ പൂർണ്ണ മനസ്സോടെ പറയണേ. നമുക്ക് ദേവമംഗലത്തേക്ക് തിരികെ പോവാം. മിത്രയും കൂടെ വരട്ടെ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇനിയിപ്പം നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ കാരണം അല്ലെങ്കിൽ അമ്മ കാരണം ആനന്ദന്റെ വിവാഹം മുടങ്ങാൻ പാടില്ല. ആനന്ദന്റെ നല്ലൊരു പെൺകുട്ടീനെ കിട്ടാൻ പോന്നെ. ഒരിക്കലും ആ വിവാഹം മുടങ്ങരുത്. അവര് വരുന്ന സമയത്ത് നമ്മളെല്ലാം അവിടെ കാണണമെന്ന് പറയാണ്. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, വേണ്ട, നീ ഇനിയിപ്പോൾ ആരുടെ മുന്നിൽ താഴാൻ പോണ്ട. അതിന്റെ കാര്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറയണം. പക്ഷെ ആരിനൊന്നും സമ്മതമല്ലായിരുന്നു. ആര്യം ഭയങ്കര ടെൻഷനിലായിരുന്നു. ഈ സമയത്ത് മിത്ര അങ്ങോട്ട് വരുന്നത്. മിത്ര വന്നു കഴിഞ്ഞപ്പോൾ മിത്ര ഈ കാര്യങ്ങൾ അറിഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു, ആര്യ ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ദേവമംഗലത്തേക്ക് തിരികെ പോകുന്നത് നല്ലത്. വാശിയും വൈരാഗ്യമൊക്കെ കളയണം. ഒന്നുമല്ലെങ്കിൽ സ്വന്തം അച്ഛനല്ലേ, അച്ഛന് മുന്നിൽ താണ് കൊടുത്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലൻ വരുന്നത്. ബാലന് മനസ്സിലായി ഇനിയിപ്പം
അവരെങ്ങാനും ഉദയഭാനുവും ഭാര്യയും വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗോമതി ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ അവസാനം ബാലൻ തോൽവി സംബന്ധിച്ച് അവരെ വിളിക്കാനായിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അവരെ വിളിച്ചോണ്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.